ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു യൂട്യൂബ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവാസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യൻ ടു മൈ എക്സ്പെക്റ്റേഷൻ, ഇന്ത്യൻ ടു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. കമലഹാസൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഇന്ത്യൻ ടു എന്നത്. ഇന്ത്യൻ ടു ജൂലൈ 12 തിയേറ്ററുകളിലേക്ക് എത്തും. അപ്പോൾ ഈ ചിത്രത്തിന് ഇത്രയേറെ എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ടൊരു എക്സ്പെക്റ്റേഷൻ വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇവർ 3 പേരാണ്. ശങ്കർ, കമലഹാസന്, അനിരുദ്ധ്. ഈ 3 പേരുടെ ആ കൂട്ടുകെട്ടാണ് ഈ ചിത്രത്തിന് വേണ്ടി ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. പിന്നെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ സെക്കൻഡ് പാർട്ട്, അതും മറ്റൊരു കാര്യമാണ്. 1996 ഇന്ത്യൻ പുറത്തിറങ്ങിയത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്നത് മറ്റൊരു എക്സ്പെക്റ്റേഷൻ, ഹൈപ്പ് വരുന്നതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത്. 90കളിലെ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിലൊന്നായിരുന്നു ഇന്ത്യൻ എന്നത്. പ്രത്യേകിച്ച് അതിലെ ഗാനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. AR റഹ്മാൻ്റെ ഗാനങ്ങളും ഒക്കെ വളരെ മനോഹരമായിരുന്നു, വളരെ ഹിറ്റായിരുന്നു. 90കളിലെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിലൊന്നായിരുന്നു ഇന്ത്യൻ എന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ അതാണ് ഇതിനെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നെടുമുടി വേണുചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ AI ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. അതും നമുക്ക് എങ്ങനെയായിരിക്കും സ്ക്രീനിലെന്ന് കാണുവാനായിട്ടൊരു ആകാംക്ഷ, അതും വളരെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു കാരണമാണ്. അതോടൊപ്പം മരിച്ചുപോയ മറ്റ് വിവേക് ആയിക്കോട്ടെ, മറ്റ് അഭിനേതാക്കളായ വിവേക്, മനോബാല, ഇവരുടെയൊക്കെ അവസാന ചിത്രം. അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു എക്സ്പെക്റ്റേഷനാണ് നമുക്ക് ഈ ചിത്രത്തിന് മേലെ. പിന്നെ രവിവർമ്മൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രാഫി, അതും വളരെ മികച്ചതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ AR റഹ്മാൻ ചെയ്തു വെച്ചതിൻ്റെ അത്രത്തോളം എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ അനിരുദ്ധ് ഏത് സിനിമയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായ റോൾ അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിക്കും. അദ്ദേഹത്തിൻ്റെ ജോലി വളരെ മനോഹരമായിട്ട് നിർവഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ AR റഹ്മാൻ്റെ അത്രത്തോളം എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ മറ്റൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ 90s ഈ സ്റ്റോറി ഓക്കെ ആയിരുന്നു. അതായത് അഴിമതിക്കെതിരെ പോരാടുന്ന സേനാപതി എന്ന ക്യാരക്ടർ 90s ആയിരുന്നു. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് വരുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ഈ സ്റ്റോറിയുമായിട്ട് കണക്റ്റ് ആകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതാണ് മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഇതിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ, കമലഹാസൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അതൃപ്തിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യനിലൊക്കെ ആയിരുന്നു, പക്ഷേ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു മേക്കപ്പൊന്നും നമുക്ക് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല. അതും മറ്റൊരു നെഗറ്റീവാണ്. ഏതായാലും ശങ്കറിൻ്റെ 2.0 ശേഷം ഇറങ്ങുന്ന ചിത്രമാണിത്. കമലഹാസൻ്റെ വിക്രത്തിന് ശേഷം ഇറങ്ങുന്ന സിനിമയാണിത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ ഹൈപ്പുള്ളൊരു ചിത്രം. അതോടൊപ്പം ശങ്കറും കമലഹാസനും കൂടി ചേരുന്ന ചിത്രം എന്നത് മറ്റൊരു പ്രത്യേകത. ശങ്കറും കമലഹാസനും കൂടിയുള്ള 2ാമത്തെ ചിത്രമാണിത്. അതോടൊപ്പം കമലഹാസൻ, ശങ്കർ, അനിരുദ്ധ് കൂട്ടുകെട്ട്, അതും മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം അനിരുദ്ധ് ആദ്യമായിട്ടാണ് ശങ്കറിൻ്റെ ചിത്രത്തിന് മ്യൂസിക് ചെയ്യുന്നതും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. താത്ത വരാണെന്ന പാട്ടൊക്കെ ഹിറ്റായി കഴിഞ്ഞു, പക്ഷേ പഴയ ഇന്ത്യൻ ഉണ്ടാക്കിയ ആ ഒരു പാട്ടിൻ്റെ ഓളം എന്ന് പറയുന്നത് ഇവിടെ മിസ്സായിട്ടുണ്ട്. അതൊരു മറ്റൊരു നെഗറ്റീവാണ്. ഏതായാലും ഇത്ര നെഗറ്റീവുകളുടെ ഇടയിലാണ് ചിത്രം വരുന്നത് തന്നെ. അപ്പോൾ തന്നെ ജൂലൈ 12 എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.